ചൂടോടെ തന്നെ ഇങ്ങനെ വെച്ച് പിടിക്കാം നമുക്ക് മുഖത്ത്. അല്ല കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് ഗ്ലാസ് വെച്ച് ഞാൻ അമർത്തി പിടിക്കണം. എത്ര ദിവസം പിടിക്കണം? ആ ഒരൊറ്റ ദിവസം. ചലന്തി വിഷത്തിന് ചലന്തി കടിക്കുന്നതിനും ചലന്തി വിഷം ഉണ്ടാകുന്നതിനും ഈ കുടുക്കാമൂലിയുടെ ഇലയും ഇതിൻ്റെ കിഴങ്ങും അരച്ചിട്ട് ആ ചലന്തി വിഷം പോയി. ഇതാണ് കുടുക്കാമൂലി എന്ന് പറയുന്ന സാധനമാണ് താണ്ട ഈ നിൽക്കുന്ന കുടുക്കാമൂലി എന്ന് പറയും. വിഷത്തിനുള്ള മരുന്നാണിത്. ഇതാണ് കുടുക്കാമൂലി. ചലന്തി വിഷം തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ അത് അറിയുന്നത്? ചലന്തി വിഷം അത് ചൊറിച്ചിൽ ഭയങ്കര ചൊറിച്ചിലുണ്ടാവും. ആ മുറിവ് ഉണങ്ങത്തില്ലേ? ആ മുറിവ് ഉണങ്ങുന്നില്ല. ചൊറിഞ്ഞ് അടുത്ത് അതിൻ്റെ നീരും വെള്ളം വീഴുന്നെടുത്ത് വട്ടത്തിനൊട്ടന്ന് ചൊറി വെക്കി ഇങ്ങനെ ചൊറിഞ്ഞ് നമ്മളെ പിറ മൊത്തമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോഴങ്ങനെ നമ്മളെ മുഖത്താണ് എച്ചൊട്ടാലും ഈ ചലന്തി വിഷം അല്ലെങ്കിൽ നമ്മൾ എച്ചം പിടിക്കണം. അരത്തം പിടിച്ച് അരത്തത്തിനകത്ത് ഈ വെള്ളാറം പാറക്കല്ലിട്ട് അടുപ്പിട്ട് കണലാക്കി അതിനകത്ത് അത് മഞ്ഞപ്പൊടി ചുണ്ണാമ്പും കൂടെ കലക്കി വെച്ചിട്ട് നാഴിക്കകത്ത് ഗ്ലാസ്സിനകത്ത് വെച്ചിട്ട് അതിനകത്തെടുത്തിട്ടാൽ ആ വെച്ചം പിടിച്ചാൽ ആ ചലന്തി വിഷം ഉണങ്ങും. നമ്മളെ മുഖത്ത് എച്ചം വീഴുന്നത് അല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് മാറൂല. ഒരു മരുന്ന് ചെയ്താലും അത് മാറൂല. എനിക്ക് നേരത്തെ ഇതുപോലെ എന്റെ കയ്യിൽ ഇതുപോലെ ചലന്തി കടിച്ചിട്ട് ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും എനിക്ക് മാറിയില്ല. അവസാനം ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചലന്തി വിഷത്തിനുള്ള ഒരു വൈദ്യരുടെ അടുത്ത് പോയപ്പോ ഈ ഒരു ഇല എനിക്ക് അരച്ചിട്ട് തന്നായിരുന്നു. പേരെന്തോമേ? ഇതാണ് കുടുക്കാമൂലി എന്ന് പറയുന്നത്. കുടുക്കാമൂലി എല്ലാവരും ഒന്ന് കണ്ടുവച്ചോ. നമ്മുടെ ചലന്തി മരുന്ന് കണ്ടുവച്ചോളാം. മരുന്ന് എവിടെ കണ്ടാലും ഈ ചലന്തി വിഷം കടിക്കുന്നതിന് അരച്ചിടാം. ഒരുപാട് പച്ചില മരുന്നുകളൊക്കെ ഉണ്ട്. ഞാൻ കൊണ്ട് നട്ടുപിടിപ്പിക്കുന്നതാണ്. ഇത് നാഗവറ്റില എന്നും പറയും. നമ്മൾ കല്ലുരുക്കിയിൽ മൂത്രക്കല്ലിന് ഇത് തിളപ്പിച്ച് ഊറ്റി അങ്ങനെ കുടിക്കും. ഇത് മാത്രമല്ല വേറൊരു മരുന്നും കൂടെ ഉണ്ട്.